വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെക്കുമെന്ന് കളക്ടർ ഡോക്ടർ രേണുരാജ്. ആനയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് തത്സമയം ആ, കാണാം. ആന ആ കാടിനിടയിലുള്ള പ്രദേശത്ത് മയക്കുവെടി വെച്ചതല്ല, ഉറങ്ങാൻ കിടന്നതാണെന്ന് തോന്നുന്നു. തുറസായ സ്ഥലത്ത് ആനയെ എത്തിച്ച് മയക്കുവെടി വെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മയക്കുവെടിക്കുള്ള സംഘം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അടിയന്തര ഘട്ടത്തിൽ ആവശ്യം വന്നാൽ മുത്തങ്ങയിൽ നിന്ന് കുങ്കി ആനകളെ എത്തിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ദീപക് മോഹൻ നമുക്കൊപ്പം. ദീപക് മോഹൻ, മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് ഉള്ള ആമുഖം പറഞ്ഞപ്പോൾ തന്നെ വന്ന ദൃശ്യം ആന കിടക്കുന്നതാണ്. അത് ആന വിശ്രമിക്കാൻ കിടന്നതാണ് എന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ? നിലവിൽ നമ്മൾ അത് തന്നെയാണ് കരുതുന്നത്. കാരണം ഇത്ര നേരം ഈ ജനവാസ മേഖലയിൽ തന്നെ ഈ കൃഷിയിടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത തോട്ടത്തിലേക്ക് മാറി നിൽക്കുന്ന ആന പെട്ടെന്ന് ചെരിഞ്ഞ് കിടക്കുന്നൊരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. നമുക്ക് മാത്രമുള്ളൊരു ദൃശ്യമാണത്. ആ ദൃശ്യത്തിൽ കണ്ടത് പ്രകാരം ആന ഇപ്പോൾ അല്പം വിശ്രമിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിലവിലിപ്പോൾ നോർത്തേൺ CCF KS ദീപ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം വയനാട് ജില്ലാ കളക്ടർ രേണുരാജും സ്ഥലത്തെത്തി അധികൃതരുമായി ചർച്ച നടത്തുകയാണ്. ആന ഇപ്പോൾ ശാന്തനാണ്. അതോടൊപ്പം ചതുപ്പ് നിലത്തിൽ നിന്ന് മാറി തുറസായ സ്ഥലത്ത് ആനയെ എത്തിച്ച് മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അടിയന്തരഘട്ടത്തിൽ മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നു. മയക്കുവെടി സംഘം ഇപ്പോൾ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. രാവിലെ 5 മണിയോടുകൂടി ജനവാസ മേഖലയിൽ ആനയെ കണ്ടിരുന്നു. പിന്നീട് ആന തുടർച്ചയായി സഞ്ചരിച്ചു. നിൽക്കാതെ തന്നെ സഞ്ചരിച്ച ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക അല്ലെങ്കിൽ കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായി തന്നെ വനംവകുപ്പിന് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ആന ഈ മാനന്തവാടി നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന താഴേങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കൃഷിയിടത്തിലാണ് ആനയുള്ളത്. ആനയിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആനയിപ്പോൾ കിടന്ന് വിശ്രമിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്ര നേരം ആന തണുപ്പത്തായിരുന്നു, തണൽ ഉള്ള സ്ഥലത്തായിരുന്നു, വെയിലത്ത് നിന്ന് മാറി ഇപ്പോൾ അവിടെ ഒരു പൊന്തക്കാടിനോട് ചേർന്ന സ്ഥലത്താണ് ആന കിടക്കുന്നത്. ഏതായാലും വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ സ്ഥലത്തുണ്ട്. RRT ടീം അംഗങ്ങളുണ്ട്, മയക്കുവെടി സംഘങ്ങളുണ്ട്. ആനയെ കൃത്യമായ ഒരു സ്ഥലത്തേക്ക്, അതായത് തുറസായ ഒരു സ്ഥലത്തെത്തിച്ച് മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ വയനാട് ജില്ലാ കളക്ടർ രേണുരാജും നോർത്തേൺ CCF KS ദീപയും അതുപോലെ തന്നെ DFO ഷജന കരീം ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും ആനയെ ഇവിടെ നിന്ന് തുറസായ സ്ഥലത്തെത്തിച്ച് മയക്കുവെടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമങ്ങളും നടപടികളും ആരംഭിക്കുക. ഏതായാലും മന്ത്രിതലത്തിൽ അതിനുള്ള അനുമതികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ. ഇവിടെ ഇപ്പോൾ നിലവിൽ വനംവകുപ്പിന് വലിയൊരു ടീമുണ്ട്. RRT ടീം അംഗങ്ങൾ, വയനാട്ടിലെ എല്ലാ RRT ടീം അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. മയക്കുവെടി സംഘവും വെറ്റിനറി സർജനും സ്ഥലത്തുണ്ട്. ആന ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമ്മൾ നിൽക്കുന്നതിന്റെ ഏകദേശം ഒരു 50 മീറ്റർ മാത്രം അകലെയായിട്ടാണ് ആന ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ആന ഇപ്പോൾ കിടക്കുകയാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആന ഇപ്പോൾ വാഴത്തോട്ടത്തിൽ നിന്ന് മാറി മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ കൃഷിയിടത്തിലേക്ക് മാറിയത്. രാവിലെ ഒരു 8:30 കൂടിയാണ് മാനന്തവാടി നഗരത്തിലേക്ക് എത്തിയത്. മാനന്തവാടി നഗരത്തിലെ കോടതിയോട് ചേർന്ന സ്ഥലത്തും സബ് ട്രഷറിയുടെ സമീപത്തും എത്തിയ ആനയെ പിന്നീട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനംവകുപ്പ് അവിടുന്ന് പടക്കം പൊട്ടിച്ചു. അതിനെ തുടർന്നാണ് ആന ഈ കൃഷിയിടത്തിലേക്ക് വന്നത്, ഈ വാഴത്തോട്ടത്തിന് സമീപമുള്ള സ്ഥലത്തേക്ക് വന്നത്. ആന ഇപ്പോൾ ഇവിടെ തന്നെ തുടരുകയാണ്. വനംവകുപ്പ് ആളുകളെ ഇങ്ങോട്ട് കടത്തിവിടുന്നതിൽ മിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ജനവാസ മേഖലയായി പ്രദേശത്തേക്ക് ആന നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ആനയെ ഇങ്ങോട്ട് ആളുകളെ ഇങ്ങോട്ട് കടത്തിവിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാനന്തവാടി നഗരത്തിൽ നിലവിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആന ഇവിടുന്ന് മാറി തുറസായ സ്ഥലത്തേക്ക് എത്തിയാൽ മാത്രമേ വനംവകുപ്പിന്റെ ദൗത്യം ഇനി തുടരുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സുജയ. ദീപക്, ഇപ്പോൾ കളക്ടർ കൃത്യമായ ഒരു തീരുമാനം അറിയിച്ചു കഴിഞ്ഞു, മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനം. പ്രദേശത്ത് ആന ഇപ്പോൾ നേരത്തെ നിലയുറപ്പിച്ച സ്ഥലത്ത് തന്നെയാണുള്ളത്. സാധാരണഗതിയിൽ ആന എവിടേക്കെങ്കിലുമൊക്കെ നീങ്ങുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. പക്ഷേ ആന ഇതുവരെ കടന്നു വന്ന വഴികളിലൊന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. സഞ്ചരിച്ച് ഇടയ്ക്ക് ഒന്ന് പടക്കം പൊട്ടിച്ച് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് തുരത്തേണ്ടി വന്നത് മാത്രമാണ് ഇതുവരെ സംഭവിച്ചത്. അങ്ങനെയാണ്